ഹലോ, വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മളിന്ന് പുതിയൊരു ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ടോപ്പിക്കൊക്കെ അറിയാമല്ലോ അല്ലേ? ട്രിഗണോമെട്രി ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് അതിൻ്റെ ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടോപ്പിക്കിൻ്റെ പേര് ഇതാണ്, കലണ്ടറാണ്. കലണ്ടർ അല്ലേ, നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥിരം നമുക്ക് ആവശ്യമുള്ള ഒരു ഇത് തന്നെയാണ് കലണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കലണ്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കലണ്ടേഴ്സ് ഉണ്ട്. മലയാളം കലണ്ടർ, ഇംഗ്ലീഷ് കലണ്ടർ അല്ലേ, മലയാളത്തിൽ പഞ്ചാംഗം ഒക്കെ നോക്കുന്ന കലണ്ടർ, മലയാളം മാസങ്ങളുള്ളത്, ഇംഗ്ലീഷ് മാസങ്ങളുള്ള കലണ്ടർ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ കലണ്ടേഴ്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. കലണ്ടറുകൾ പല രീതിയിലുണ്ടെങ്കിലും നമ്മൾ കോമൺലി, അതായത് മിക്ക രാജ്യങ്ങൾ വേൾഡിൽ തന്നെ ഒരുപാട് കൺട്രീസ്, മെജോറിറ്റി ഓഫ് ദ കൺട്രീസ് ഫോളോ ചെയ്യുന്ന ഒരു കലണ്ടറാണ് നമ്മളും ഫോളോ ചെയ്യുന്നത്. ആ കലണ്ടറിൻ്റെ പേര് ഗ്രിഗോറിയൻ കലണ്ടർ എന്നാണ്. ഗ്രിഗോറിയൻ കലണ്ടർ. എന്ത് കലണ്ടറാണ്? ഗ്രിഗോറിയൻ കലണ്ടർ എന്നാണ് അതിൻ്റെ പേര്. ഈ ഗ്രിഗോറിയൻ കലണ്ടർ അത് എന്താ പറയുക, അത് കൊണ്ടുവന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രൊഡ്യൂസ് എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോപ്പ് ഗ്രിഗോറി 13, അതായത് പോപ്പ് ഗ്രിഗോറി 13 ആണ് ഗ്രിഗോറിയൻ കലണ്ടർ. നമുക്ക് എഴുതാം ഗ്രിഗോറിയൻ കലണ്ടറാണ് മെജോറിറ്റി ഓഫ് ദ വേൾഡിലെ കൺട്രീസ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോപ്പ് ഗ്രിഗോറി 13 ആണ്. അപ്പോൾ ഈ ഒരു കലണ്ടറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എല്ലാവരെയും പോലെ തന്നെ. ഈ കലണ്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ 12 months ആണ് അതിനകത്തുള്ളത്. 12 മാസങ്ങളാണ്, ജനുവരി തുടങ്ങി ഡിസംബർ വരെ. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കലണ്ടർ എന്ന് പറയുന്നത് എന്താണ് എന്ന് അറിഞ്ഞ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള, അതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത്. അടിസ്ഥാനപരമായിട്ട് ഒരു കലണ്ടറിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുള്ളൂ, സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കലണ്ടർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത എന്താ പറയുക, പോപ്പ് ഗ്രിഗോറി 13 പോപ്പ് ഗ്രിഗോറിയാണ് ഈ ഒരു കലണ്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ഒരു കലണ്ടറാണ് നമ്മളെല്ലാവരും തന്നെ മിക്കവാറും മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ഓഫ് ദ വേൾഡ് ആണ് ഫോളോ ചെയ്യുന്ന ഒരു കലണ്ടർ തന്നെയാണ്. ഇതിന് 12 months ആണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബർ. നമുക്കറിയാം 12 മാസങ്ങളുടെ പേരൊക്കെ ഇതുകൂടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ എങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പോൾ 12 മാസങ്ങളുള്ള കലണ്ടറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഈ 12 മാസങ്ങൾ നമുക്കറിയാം ഒരു ഇയർ സൂചിപ്പിക്കുന്നതാണ്. 12 months ഈസ് ഈക്വൽ ടു 1 year, ഒരു ഇയർ ആണ്. അപ്പോൾ ഇയർ ബേസ് ചെയ്ത് നമ്മൾ ഈ ഒരു കലണ്ടർ ഫോളോ ചെയ്യുമ്പോൾ, നമ്മളുടെ ഈ കലണ്ടറിനെ ബേസ് ചെയ്ത് നമുക്ക് 2 പ്രധാനപ്പെട്ട ഇയറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇയേഴ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഓർ ക്ലാസിഫൈഡ് ഇൻ ടു 2 മെയിൻലി നമുക്ക് ഒരു ഇയറിനെ, അപ്പോൾ ഇയർ ബേസ് ചെയ്ത കലണ്ടർ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏത് കലണ്ടറാണ്? ഗ്രിഗോറിയൻ കലണ്ടറാണ്. അക്കോർഡിംഗ് ടു ദാറ്റ്, ആ കലണ്ടർ പ്രകാരം ഇയറിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ദാറ്റ് ഈസ്, ഒന്ന് ഓർഡിനറി ഇയർ എന്നും, ഓർഡിനറി ഇയർ അല്ലെങ്കിൽ സാധാരണ വർഷം എന്നും, ആൻഡ് അടുത്തത് ലീപ്പ് ഇയർ, LEAP, ലീപ്പ് ഇയർ അല്ലെങ്കിൽ അതിവർഷം എന്നും നമ്മൾ പറയുന്നു. അപ്പോൾ ഒരു കലണ്ടർ സാധാരണ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കലണ്ടറിൽ 12 months ഉണ്ട്. ആ 12 monthsൽ 12 മാസങ്ങളിലെ ആ വർഷം എന്ന് പറയുന്നത് 2ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 2 ക്ലാസിഫിക്കേഷനാണ്. ഓർഡിനറി ഇയർ അത് സാധാരണ വർഷമെന്നും, ലീപ്പ് ഇയർ അത് അതിവർഷം എന്നും അറിയപ്പെടുന്നു. ഇനി എന്താണ് ഈ ഇയറുകളുടെ പ്രത്യേകത, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുക? ഏതാണ് സാധാരണ വർഷം, ഏതാണ് ലീപ്പ് ഇയർ എന്നൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓർഡിനറി ഇയർ, ഒരു സാധാരണ വർഷത്തിൽ there are 365 days, 365 ഉണ്ട്. ആ ഫുൾ ഡേ മാത്രമേ നമ്മൾ കണക്കാക്കുന്നുള്ളൂ. 365 days in an ordinary year. ഒരു സാധാരണ വർഷത്തിൽ 365 ദിവസം, ആ 1/4 ദിവസം നമ്മൾ എടുക്കാറില്ല. 365 whole days ആണ്. മുഴുവനായിട്ടുള്ള ദിവസങ്ങളുടെ എണ്ണം എടുക്കുമ്പോൾ 365 ദിവസങ്ങളും. ഇനി ലീപ്പ് ഇയർ അത് എന്തായിട്ട് മാറും? 365 എന്നുള്ളത് ഒരു ദിവസം കൂടി കൂടും. 366 days ആണ് ഒരു ലീപ്പ് ഇയറിൽ, ഒരു അതിവർഷത്തിൽ ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 366 ആണ്.
അപ്പൊ ദിവസങ്ങളുടെ എണ്ണത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഒരു ഡേ ഏതിൽ കൂടുതലാണ്? ലീപ്പ് ഇയറിൽ. ആ ഒരു ഡേ എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ അതെങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ 365 days in an ordinary year and 366 days 366 ദിവസങ്ങളാണ് ഒരു ലീപ്പ് ഇയറിലുള്ളത്. അപ്പോൾ ഒരു ഓർഡിനറി ഇയറും ലീപ്പ് ഇയറും നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ദിവസം കൂടുതലാണ്. ഈ ഒരു ദിവസം കൂടുതൽ എന്ന് പറയുന്നത് ഇവിടെ ലീപ്പ് ഇയേഴ്സിൽ മാത്രം ഫെബ്രുവരിയിൽ 29 days ഉണ്ടായിരിക്കും. ഒരു ദിവസം അവിടെ കൂടുതലാണ്. ലീപ്പ് ഇയറിൽ മാത്രം ഒരു അതിവർഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ദിവസം ഇവിടെ കൂടുതലാണ്. ആ ഒരു ദിവസം എങ്ങനെ എക്സ്ട്രാ വന്നു എന്നുള്ളതാണ്. ഫെബ്രുവരി മാസത്തിൽ ആ ഒരു ലീപ്പ് ഇയറിൽ മാത്രം 29 days ഉണ്ടായിരിക്കും. എന്നാൽ ഒരു സാധാരണ വർഷം ഒരു ഓർഡിനറി ഡേയ്സിലാണെങ്കിൽ ഫെബ്രുവരിയിൽ എന്തുണ്ടാവുള്ളൂ? 28 days, that is which is less than 1. ഒരു ദിവസം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ 365 days വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഇയറിൽ രണ്ട് തരത്തിലുള്ള ഇയേഴ്സ് ഉണ്ട്. ഓർഡിനറി ഇയറും ഉണ്ട്, ലീപ്പ് ഇയറും ഉണ്ട്. ഇനി ഈ ലീപ്പ് ഇയർ നമുക്കറിയാം. എങ്ങനെയാണ് നമുക്കൊരു ലീപ്പ് ഇയർ കണ്ടെത്താൻ സാധിക്കാം? നമുക്ക് അതിനു മുമ്പ് ഈ 365 ഡേയ്സ് എന്നുള്ളതിനെ വീണ്ടും നമുക്കൊന്നും കൂടി സ്പ്ലിറ്റ് ചെയ്യാം. 365 ഡേയ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതിനെ 7 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ, 7 കൊണ്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 365 ഹരണം 7, 7 5 35, ബാലൻസ് 1, 5 താഴോട്ട് ഇറക്കി എഴുതുന്നു, 2, ഈ 7 14, ബാലൻസ് 1. അതായത് 52 വീക്സ്, 52 ആഴ്ചകളും ആൻഡ് 1 ഓഡ് ഡേ, ഒരു ഒറ്റ ദിവസവും ചേർന്നതാണ് 365 ഡേയ്സ് എന്ന് പറയുന്നത്. അതായത് 365 ദിവസം നമുക്ക് ആഴ്ചയിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തു. ഏതിലേക്ക്? ആഴ്ചയിൽ, വീക്കിലേക്ക്. വീക്ക് എന്ന് പറയുമ്പോൾ ഒരാഴ്ച എന്ന് പറയുന്നത് 7 days ആണ്, 7 ദിവസമാണ്. അതുകൊണ്ട് തന്നെ 365 ഹരണം 7 നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ഒരു വർഷത്തിൽ, അതായത് ഈ 365 ദിവസം എന്ന് പറയുന്നത് ഒരു വർഷമാണ്. ആ ഒരു വർഷത്തിൽ 52 വീക്സ് ആണ്, 52 ആഴ്ചകളും ഒരു ഒറ്റ ദിവസം. ആ റിമൈൻഡർ ആയിട്ട് കിട്ടിയതാണ് ഒറ്റ ദിവസം. ഒരു ദിവസം എക്സ്ട്രായും കൂടി കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾ ആ കിട്ടിയിരിക്കുന്ന 365-നെ 7 എന്ന് പറയുന്ന ആഴ്ചകളുടെ എണ്ണം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ, ശിഷ്ടമായി വരുന്ന ആ ഒരു ദിവസത്തെ നമ്മൾ ഓഡ് ഡേ എന്നാണ് വിളിക്കുക. ഒറ്റ ദിവസമായിട്ടാണ് കണക്കാക്കപ്പെടുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വീക്സ് ഉണ്ടായിരിക്കും? 366 ഡേയ്സ് എന്ന് പറയുന്ന ലീപ്പ് ഇയറിൽ, ഈ അതിവർഷത്തിൽ 365-നെ വീണ്ടും നമ്മൾ 7 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 366 ഹരണം 7, നമുക്കറിയാം 52 വീക്സ് തന്നെയാണ് വരിക, 52 ആഴ്ചകൾ തന്നെ വരും. പക്ഷേ 2 ഒറ്റ ദിവസങ്ങൾ, 2 ഓഡ് ഡേയ്സ് ആണ് നമുക്ക് കിട്ടുക. അപ്പം 366 ഹരണം 7 എന്ന് പറയുമ്പോൾ 52 ആഴ്ചകൾ തന്നെ, ആഴ്ചകളുടെ എണ്ണത്തിൽ വ്യത്യാസമില്ല. ഇവിടെ 52, അവിടെ 53 എന്ന് ഇല്ല. 52 ആഴ്ചകൾ തന്നെയാണ് 2 വർഷങ്ങളിലും വരിക. അതിവർഷത്തിലായാലും അതുപോലെ തന്നെ ഓർഡിനറി സാധാരണ വർഷത്തിലായാലും 365 ഡേയ്സിനെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 52 ആഴ്ചയും ഒരു എക്സ്ട്രാ ദിവസവുമാണ്, ഒരു ഓഡ് ഡേയുമാണ് കിട്ടിയത്, ഒറ്റ ദിവസവുമാണ് കിട്ടിയതെങ്കിൽ 366 ഡേയ്സ് ഉള്ള ലീപ്പ് ഇയറിൽ അതിവർഷത്തിൽ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 52 ആഴ്ചകൾ തന്നെയാണ് വരിക. കണ്ടല്ലോ, ഒരു സംഖ്യയാണ് കൂടിയിട്ടുള്ളൂ, 6 ആയി മാറിയെന്നുള്ളൂ, 5 എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ 6 ഇറക്കി ചെയ്തും 15-ൽ 2 പ്രാവശ്യം ഈ 14 പോകും, ബാക്കി ഒരു ശിഷ്ടം 2 ആണ് വരിക. അപ്പൊ 52 ആഴ്ചകൾ തന്നെ 2 ഓഡ് ഡേയ്സുമാണ് വരിക. അപ്പൊ ഇതാണ് 52 വീക്സ് ഇൻ ബോത്ത് ഇയേഴ്സ്. 2 ഇയേഴ്സിലായാലും, ഓർഡിനറി ഇയർ ആയാലും അതുപോലെ തന്നെ ലീപ്പ് ഇയർ ആയാലും 52 ആഴ്ചകൾ തന്നെയുണ്ട്. പക്ഷേ സാധാരണ വർഷത്തിൽ ഒരു ഒറ്റ ദിവസം ബാക്കി വരുന്നു. അവിടെ സാധാരണ അതിവർഷത്തിൽ 2 ദിവസമാണ് ബാക്കിയായിട്ട് വരിക. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു ഇയർ എന്നതിനെ സംബന്ധിച്ച് ഇയറിനെ 365 ദിവസമുണ്ടെന്നും ആ 365 ദിവസത്തെ നമ്മൾ 52 ആഴ്ചകൾ സാധാരണ വർഷങ്ങളിൽ ആൻഡ് ഒരു എക്സ്ട്രാ ദിവസവും, അതുപോലെ ലീപ്പ് ഇയറിൽ 366 ദിവസമാണെങ്കിൽ അത് 52 വീക്സ് തന്നെ, 52 ആഴ്ചകൾ തന്നെ, പക്ഷെ 2 എക്സ്ട്രാ ദിവസവും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ വർഷത്തെ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഓർഡിനറി, ലീപ്പ് ഇയർ. ആ ഓർഡിനറിയിൽ വരുന്ന ചില പ്രത്യേക കാര്യങ്ങളും അതുപോലെ ലീപ്പ് ഇയറുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ എഴുതിയത്. ഇനി നമ്മൾ ഒരു ഇയർ എന്ന് പറയുമ്പോൾ, ഒരു വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ അക്കോർഡിംഗ് ടു ഗ്രിഗോറിയൻ കലണ്ടർ നമുക്ക് അറിയാം 12 months, 12 മാസങ്ങളുണ്ട്. ജനുവരി തുടങ്ങി ഡിസംബർ വരെയുള്ള ഈ മാസങ്ങളിൽ എല്ലാ മാസങ്ങളിലും ഒരുപോലെയല്ല ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ വെച്ച് ഇങ്ങനെ എണ്ണാൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ,
ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇങ്ങനെ നമ്മൾ എണ്ണും അല്ലെ. ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗവും കുഴിയും എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ എണ്ണി നോക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടെന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് റിവേഴ്സും എണ്ണും. അപ്പൊ ജനുവരി തുടങ്ങുന്നത് ആ പൊങ്ങി നിൽക്കുന്ന ലാസ്റ്റ് ഫിംഗറിന്റെ പൊങ്ങി നിൽക്കുന്ന ഭാഗത്തു നിന്നാണ്. അതിന്റെ താഴെ ഫെബ്രുവരി, വീണ്ടും അടുത്തത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. ജൂലൈയിൽ തന്നെ വീണ്ടും ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ മുകളിൽ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ എന്തിനെ സൂചിപ്പിക്കും? പൊങ്ങി നിൽക്കുന്നതെല്ലാം തന്നെ 31 ഡേയ്സ് ആണ്, ബാക്കിയുള്ളതെല്ലാം 30 ഡേയ്സ് ആണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അതിന്റെ 31 ദിവസം 30 ദിവസം എന്നിങ്ങനെ നമ്മൾ ഇതിനെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകൾ ഒരു റൈമിംഗ് പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 30 ഡേയ്സ് ഓഫ് സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ ആൻഡ് നവംബർ. അതായത് 30 ഡേയ്സ് ഓഫ് സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ ആൻഡ് നവംബർ എന്നൊരു റൈം പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ പറയുന്ന മാസങ്ങളിൽ മാത്രം 30 ഡേയ്സ് ഓഫ് സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ, നവംബർ ഇത്രയും മാസങ്ങളിലാണ് 30 ഡേയ്സ് 30 ദിവസമുള്ളത്. റെസ്റ്റ് ഓഫ് ദ മന്ത്സ് ബാക്കിയുള്ള മാസങ്ങളെല്ലാം തന്നെ 31 ദിവസങ്ങളാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു മന്ത് മാത്രമാണ് ഏത്? ഫെബ്രുവരി എന്ന് പറയുന്നത്. സാധാരണ വർഷങ്ങളിൽ ഫെബ്രുവരിയിൽ 28 ഡേയ്സും ലീപ് ഇയറിൽ മാത്രം ആണ് അത് 29 ഡേയ്സുമായിട്ട് വരുന്നത്. ഇനി ഒരു ലീപ് ഇയറിൽ നിന്ന് മറ്റൊരു ലീപ് ഇയറിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഇതിപ്പോ ഒരു ലീപ് ഇയർ ആണെങ്കിൽ, ഏതെങ്കിലും നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇയർ ലീപ് ഇയർ ആണെങ്കിൽ അടുത്ത ലീപ് ഇയർ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? 3 ഇയേഴ്സ് കഴിയണം. 3 വർഷം കഴിഞ്ഞാലാണ് നെക്സ്റ്റ് 4th ഇയർ ആണ് വീണ്ടും അടുത്ത ലീപ് ഇയർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ആദ്യത്തെ ഒരു ലീപ് ഇയറിൽ നിന്നും അടുത്ത ലീപ് ഇയറിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ഇയേഴ്സ് ആണ്. ഇപ്പൊ ഒരു 2004 എന്ന് പറയുന്നത് ഒരു ലീപ് ഇയർ ആയിരുന്നെങ്കിൽ അടുത്ത 2008 ആണ് അടുത്ത ലീപ് ഇയർ ആയിട്ട് വരുന്നത്. അതായത് 4 കഴിഞ്ഞ് 5, 6, 7, 8 എന്ന് പറയുന്ന 4ാമത്തെ വർഷമാണ് എന്ത് വരിക? വീണ്ടും അടുത്ത ലീപ് ഇയർ ആയിട്ട് വരിക. അപ്പൊ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ 30 ഡേയ്സ് 1 മന്തിന് മാത്രമേ, എസ്പെഷ്യലി അത് ഫെബ്രുവരിക്ക് മാത്രമേ 2 രീതിയിലുള്ള ഡേറ്റ് വരുന്നുള്ളൂ. അത് 28 ദിവസവും 29 ദിവസവുമാണ്. ഇനിയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഇപ്പൊ ഒരു നമുക്കറിയാം സെഞ്ചുറി, നൂറ്റാണ്ട്. എന്താണ് സെഞ്ചുറി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? സെഞ്ചുറി അടിക്കാന്നൊക്കെ നമ്മൾ കണ്ടല്ലേ. 100 ആണ്. സെഞ്ചുറി മീൻസ് 100 ആണ്. അപ്പൊ നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ 100 ഇയേഴ്സ്, അതായത് 100 വർഷങ്ങൾ തികയുന്നതാണ് ഒരു നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു സെഞ്ചുറി ആരംഭിക്കുന്നത്, അതായത് അതിന്റെ തുടക്കം വരുന്ന ദിവസങ്ങൾ ഏതൊക്കെ ദിവസങ്ങളാകാം? ഒരു നൂറ്റാണ്ട് ആരംഭിക്കുന്ന ദിവസമാണ് ഒരു സെഞ്ചുറി തുടങ്ങുന്ന ദിവസങ്ങൾ. നമ്മളതൊന്ന് മാറ്റിയാണ്. നൂറ്റാണ്ട് ഓർ സെഞ്ചുറി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസങ്ങളാണ് നമ്മൾ എഴുതുന്നത്. വീണ്ടും നൂറ്റാണ്ട് എൻഡ് ചെയ്യുന്ന ദിവസങ്ങളും ഇത് രണ്ടും വ്യത്യസ്തമാണ്. ഒരു നൂറ്റാണ്ട് ആരംഭിക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് ചൊവ്വ, വ്യാഴം, ശനി, തിങ്കൾ. അറിയാലോ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ ആൻഡ് മൺഡേ. എന്താണ് ഇപ്പൊ എഴുതിയത്? ഒരു നൂറ്റാണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസങ്ങൾ, ഒരു സെഞ്ചുറി സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസങ്ങൾ. ഏത് ദിവസമായിരിക്കും? ആ പർട്ടിക്കുലർ ദിവസങ്ങളാണ് ചൊവ്വ, വ്യാഴം, ശനി, തിങ്കൾ, അല്ലെങ്കിൽ ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ ആൻഡ് മൺഡേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സെഞ്ചുറി അവസാനിക്കുന്ന ദിവസങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കണം, നല്ലതാണ്. പരീക്ഷകൾക്കൊക്കെ ആവശ്യമുള്ളതാണ്. തിങ്കൾ അവസാനിക്കുന്ന ദിവസങ്ങളാണ് കേട്ടോ. തിങ്കൾ, ബുധൻ, വെള്ളി ആൻഡ് ഞായർ. നമുക്കത് ഇംഗ്ലീഷിൽ എഴുതാം. മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ആൻഡ് സൺഡേ. ഈ ദിവസങ്ങളാണ് ഒരു നൂറ്റാണ്ട്, ഒരു സെഞ്ചുറി എൻഡ് ചെയ്യുന്ന ദിവസങ്ങൾ. അപ്പൊ ഇത്രയും അറിഞ്ഞിരിക്കണം. ഒരു സെഞ്ചുറി, ഒരു നൂറ്റാണ്ട് തുടങ്ങുന്ന ദിവസങ്ങൾ, അവസാനിക്കുന്ന ദിവസങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷകൾക്ക് ചിലപ്പോൾ ചില പ്രോബ്ലംസ് ഒക്കെ നമുക്ക് വരുമ്പോൾ അതൊക്കെ അതൊക്കെ ചെയ്യാനായിട്ട് നമ്മളെ ഇത് സഹായിക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അതൊക്കെ അറിഞ്ഞിരിക്കുക. ഒരു സെഞ്ചുറി, ഒരു നൂറ്റാണ്ട് ആരംഭിക്കുന്ന ദിവസങ്ങളാണ് ചൊവ്വ, വ്യാഴം, ശനി, തിങ്കൾ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ ആൻഡ് മൺഡേ എങ്കിൽ അത് ഒരു നൂറ്റാണ്ട് അവസാനിക്കുന്ന ദിവസം
തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ, മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. ഇനി ഒരു നൂറ്റാണ്ട് തുടങ്ങുന്നതും അവസാനിക്കുന്നതുമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി ഒരു സാധാരണ വർഷത്തില് ഒരു സാധാരണ വർഷം നമ്മൾ എടുക്കുമ്പോൾ കണക്കിലെടുക്കുമ്പോൾ ഞാൻ ഓർഡിനറി ഇയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓർഡിനറി ഇയർ സാധാരണ വർഷം നമ്മൾ എടുക്കുമ്പോൾ ഓർഡിനറി ഇയർ എടുക്കുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് ജനുവരി അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഓഫ് ഇയർ, ഏത് ദിവസം ഒരു ഇയർ തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് ഡേ ഓഫ് ദ ഇയർ എന്ന് പറയുന്നത് വിൽ ബി സെയിം ആസ് ദ ലാസ്റ്റ് ഡേക്ക് ഈക്വൽ ആയിരിക്കും. ആ വർഷത്തിലെ ലാസ്റ്റ് ഡേ, അതായത് ഫസ്റ്റ് ഡേ ഓഫ് ദ ഇയർ എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? ഫസ്റ്റ് ഡേ ഓഫ് ദ ഇയർ എന്ന് പറയുന്നത് ജനുവരി 1 ആണ് അല്ലെ. ജനുവരി 1 എന്ന് പറയുന്നത് 31 ഡിസംബറിന് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ജനുവരി 1 ഒരു മൺഡേ ആണെങ്കിൽ 31 ഡിസംബർ എന്ന് പറയുന്നത് എന്തായിരിക്കും? മൺഡേ തന്നെയായിരിക്കും. 31 ഡിസംബറും മൺഡേ തന്നെയായിരിക്കും. ഏത് ദിവസമാണ്, ഏത് വർഷമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഓർഡിനറി ഇയർ. ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു സാധാരണ വർഷത്തില് ഫസ്റ്റ് ഡേ ഓഫ് ദ ഇയർ, ആ വർഷം തുടങ്ങുന്നത് ഏത് ദിവസത്തിലാണോ, സൺഡേ ആണെങ്കിൽ സൺഡേ, മൺഡേ ആണെങ്കിൽ മൺഡേ, ട്യൂസ്ഡേ, വിച്ചെവർ ദ ഡേയ്സ്, ഏത് ദിവസം തന്നെയായാലും ആ ഫസ്റ്റ് ഡേ ഓഫ് ദ ഇയർ എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേ ഓഫ് ദ ഇയർ, ദാറ്റ് ഈസ് 31 ഡിസംബർ. 31 ദിവസമുണ്ട് ഡിസംബറിൽ. ആ 31 ദിവസം, അതായത് ഡിസംബർ 31 എന്നാണോ അത് തന്നെയായിരിക്കും തുടക്കത്തെ ദിവസം, അതായത് തുടക്കം തന്നെയാണ് ലാസ്റ്റ് ഡേയും. അതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇഫ് ജനുവരി 1 ഈസ് മൺഡേ, ജനുവരി 1 എന്ന് പറയുന്നത് ഒരു മൺഡേയിലാണ് തുടങ്ങുന്നതെങ്കിൽ 31 ഡിസംബർ എന്ന് പറയുന്നത് മൺഡേ തന്നെയായിരിക്കും. അല്ലെങ്കിൽ 31 ജനുവരി തുടങ്ങിയത് സൺഡേയിലാണെങ്കിലോ അതും സൺഡേ തന്നെയായിരിക്കും. ഇത് ഓർഡിനറി ഇയറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഫസ്റ്റ് ഡേ ഓഫ് ദ ഇയർ ആൻഡ് ദ ലാസ്റ്റ് ഡേ ഓഫ് ദ ഇയർ വിൽ ബി സെയിം. എന്നാൽ ലീപ്പ് ഇയറിലാണെങ്കിൽ, ഒരു അതിവർഷത്തിലാണെങ്കിൽ, ലീപ്പ് ഇയറിലാണെങ്കിൽ ഫസ്റ്റ് ഡേ ഓഫ് ദ ഇയറും ലാസ്റ്റ് ഡേ ഓഫ് ദ ഇയറും സെയിം ആകണം എന്ന് നിർബന്ധമില്ല. ഫസ്റ്റ് ഡേ ഓഫ് ദ ഇയറും ലാസ്റ്റ് ഡേ ഓഫ് ദ ഇയറും സെയിം അല്ല, ഈക്വൽ അല്ല. എന്താണ് വ്യത്യാസം? ഒരു ദിവസം പിന്നീടായിരിക്കും. ഒരു ദിവസം. ബിക്കോസ് എന്താണ് കാരണം? ഒരു ഡേ കൂടുതലല്ലേ ലീപ്പ് ഇയറിൽ. ലീപ്പ് ഇയറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫെബ്രുവരിയിൽ എത്തുമ്പോൾ ഒരു ദിവസം അങ്ങോട്ടേക്ക് കൂടുതലാണ്. 28 എന്നുള്ളത് 29 ദിവസം ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ ആയിട്ട് വരും. എന്നാണോ തുടങ്ങണേ? ഇഫ് ജനുവരി 1 എന്ന് പറയുന്നത് ജനുവരി 1 ഒരു മൺഡേ ആണെങ്കിൽ 31 ഡിസംബർ എന്ന് പറയുന്നത് എന്തായിരിക്കും? മൺഡേ കഴിഞ്ഞാൽ വരുന്ന അടുത്ത ദിവസമായിരിക്കും, ദാറ്റ് ഈസ് ട്യൂസ്ഡേ ആയിരിക്കും എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഓർഡിനറി ഇയറിൽ സെയിം ഡേയിലാണ് ഒരു ഇയർ തുടങ്ങുന്നതും അവസാനിക്കുന്നതുമെങ്കിൽ ലീപ്പ് ഇയറിനകത്ത് ഒരു തുടങ്ങുന്ന ദിവസമല്ല, അതിന്റെ തൊട്ടടുത്ത ദിവസമാണ്, നെക്സ്റ്റ് പ്രിസീഡിങ് ഡേ ആണ് എവിടെ വരിക? ലീപ്പ് ഇയറിൽ അവസാനത്തെ ദിവസമായിട്ട് വരിക. ഇതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ബേസിക് ഫാക്റ്റ് ആണ്, ഓർക്കുക എല്ലാവരും. ഇനി അടുത്ത ഒരു കാര്യം നമുക്ക് ഇനിയും പഠിക്കാനുള്ളത്, ചില മാസങ്ങളെ നമുക്ക് എന്താ പറയാ, സെയിം കലണ്ടർ തന്നെ ഉപയോഗിച്ച് ചില മാസങ്ങൾ നമുക്ക് കൗണ്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ആ മാസത്തെ കലണ്ടർ തന്നെ സെയിം ആയിട്ട് ഉപയോഗിക്കുന്നത്, അതായത് നമുക്ക് ഉപയോഗിക്കാവുന്ന സെയിം കലണ്ടർ ഏതൊക്കെ മാസങ്ങളിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? സെയിം കലണ്ടർ ഉപയോഗിക്കാൻ പറ്റുന്ന മാസങ്ങളാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. മാർച്ച് ആൻഡ് നവംബർ. മാർച്ച് ആൻഡ് നവംബർ ഒരെണ്ണം. ഏപ്രിൽ ആൻഡ് ജൂലൈ. ഏപ്രിൽ ആൻഡ് ജൂലൈ. ദെൻ സെപ്റ്റംബർ ആൻഡ് ഡിസംബർ. സെപ്റ്റംബർ ആൻഡ് ഡിസംബർ. ആൻഡ് ഫെബ്രുവരി ആൻഡ് മാർച്ച്. ഇത് എല്ലാ വർഷവുമല്ല, ഓൺലി ഇൻ ഓർഡിനറി ഇയേഴ്സ്. ഓർഡിനറി ഇയറിൽ മാത്രമേ പറ്റുള്ളൂ, സാധാരണ വർഷത്തിൽ മാത്രം. നോക്കുക, അതായത് സെയിം കലണ്ടർ ഉപയോഗിച്ച് 2 മാസങ്ങൾ വീതം നമുക്ക് വേണമെങ്കിൽ ആ സെയിം കലണ്ടർ ഉപയോഗിച്ച് തന്നെ നമുക്ക് നോക്കാം. മാർച്ചിലെ കലണ്ടർ, മാർച്ച് മാസത്തിലെയും നവംബറിലെയും ഡേയ്സ് ഒക്കെ എല്ലാം ഒരുപോലെ ആയിരിക്കും. അതാണ് സെയിം കലണ്ടർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ. മാർച്ചിലെയും നവംബറിലെയും, മാർച്ചിലെ കലണ്ടറിലെ അതേ ഡേറ്റുകൾ പോലെ തന്നെയാണ്, ദിവസങ്ങൾ തന്നെയാണ് നവംബറിലും വരിക. ഏപ്രിലും ജൂലൈയും നമുക്ക് സെയിം മന്തുകൾ എന്ത് ചെയ്യാം? ആ മന്തുകളെ നമുക്ക് സെയിം കലണ്ടർ നോക്കി ഐഡന്റിഫൈ ചെയ്യാം. സെപ്റ്റംബറും ഡിസംബറും നമുക്ക് ഒരുപോലത്തെ നോക്കാം. ഫെബ്രുവരിയും മാർച്ചും, ഫെബ്രുവരിയുടെ തൊട്ടടുത്ത മാസമാണ് മാർച്ച് എങ്കിലും നമുക്കത് നോക്കാം. ഓൺലി ഇൻ ഓർഡിനറി ഇയർ, സാധാരണ വർഷങ്ങളിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് അത് നോക്കാൻ പറ്റുള്ളൂ. ലീപ്പ് ഇയറിൽ ഇത് കൺസിഡർ ചെയ്യില്ല. ഫെബ്രുവരി മാർച്ചും ഒരേ ദിവസം തന്നെ വരില്ല, കാരണം ലീപ്പ് ഇയറിൽ ഒരു ദിവസം കൂടും, അപ്പൊ അവിടുത്തെ ദിവസം മാറും. കണ്ടല്ലോ, അപ്പൊ ഇവിടുത്തെ ദിവസം മാറാനായിട്ട് സാധ്യതയുള്ളത് എപ്പോഴാണ്? ലീപ്പ് ഇയറിലാണ്. കാരണം ലീപ്പ് ഇയറിൽ നമുക്ക് ഒരു ദിവസം കൂടുതലാണ്. അപ്പൊ ഇതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്. അപ്പൊ സെയിം കലണ്ടർ ഉപയോഗിക്കാവുന്ന മാസങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്. മാർച്ച്, നവംബർ, ഏപ്രിൽ, ജൂലൈ, സെപ്റ്റംബർ, ഡിസംബർ
ആൻഡ് ഫെബ്രുവരി, മാർച്ച് ഓൺലി ഇൻ ഓർഡിനറി ഇയേഴ്സ്. ഇത് മാത്രമാണ് ഫെബ്രുവരിനെ സംബന്ധിക്കുന്നത് മാത്രമാണ് ഓർഡിനറി ഇയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതും നമുക്കറിയണം. ഇനി നമുക്ക് ലീപ്പ് ഇയർ മാത്രം നോക്കാം. എന്താണ് ലീപ്പ് ഇയർ, അല്ലെങ്കിൽ ലീപ്പ് ഇയറിന്റെ ബേസിക് ആയിട്ട് വരുന്ന ചില കാര്യങ്ങളൊക്കെ അതിവർഷത്തെ കുറിച്ച് നമുക്ക് എക്സ്ട്രാ എന്തൊക്കെ ഇനി അറിയണമെന്ന് നോക്കാം. അതിവർഷം സാധാരണ വർഷമാണെങ്കിൽ കുഴപ്പമില്ല, അതിവർഷത്തിലെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒന്ന്, നമ്മൾ പഠിച്ചത് 366 ഡേയ്സ് ഉണ്ടെന്ന് പഠിച്ചു അല്ലെ, 366 ദിവസം ഉണ്ടെന്ന് പഠിച്ചു. ഇവിടെ അടുത്തത് പഠിച്ചത് 52 വീക്സ്, 52 ആഴ്ചകൾ ആൻഡ് 2 ഓഡ് ഡേയ്സ് ആണ്, 2 ഒറ്റ ദിവസങ്ങളുണ്ടെന്ന് പഠിച്ചു അല്ലെ. 366 ദിവസമുണ്ട്, 52 ആഴ്ചകൾ, 2 ഒറ്റ ദിവസങ്ങളുണ്ട്. ഇനി ഫെബ്രുവരിയിൽ എത്രയാണ്? 29 ഡേയ്സ്, 29 ദിവസങ്ങളുണ്ടെന്ന് പഠിച്ചു. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു ലീപ്പ് ഇയർ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഒരു വർഷം ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഇത് തന്നിരിക്കുന്ന ഒരു വർഷത്തിന്റെ ഒരു വർഷം തന്നിരിക്കണം, ഒരു ഇയർ തന്നിരിക്കണം. 1936 1600 1500 അല്ലെങ്കിൽ 2004 എന്നൊക്കെ നമുക്ക് ഇയർ തന്നിരിക്കുകയാണ്. നിങ്ങളോട് അതൊരു ലീപ്പ് ഇയർ ആണോ അതൊരു അതിവർഷമാണോ അല്ലയോ എന്ന് ചെക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ അതെങ്ങനെയാണ് മനസ്സിലാക്കുക? ഒരു വർഷം ലീപ്പ് ഇയർ ആണോ എന്ന് മനസ്സിലാക്കുന്നതിന് നമുക്ക് തന്നിരിക്കുന്ന ഇയറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 4 കൊണ്ട്, 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെങ്കിൽ തന്നിരിക്കുന്ന ഇയർ ഒരു ലീപ്പ് ഇയർ ആയിരിക്കും. 4 കൊണ്ട് നിശേഷം ഹരിക്കാനാകുന്ന വർഷം നമുക്ക് എന്ത് ചെയ്യാം? ലീപ്പ് ഇയർ ആണെന്ന് മനസ്സിലാക്കാം 4 കൊണ്ട്. ഇനി അതൊരു ആണ്ടായിട്ടാണ് തരിക, നൂറ്റാണ്ട്, സെഞ്ചുറി ആയിട്ടാണ് തരുന്നതെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഡിവൈഡഡ് എക്സാക്ട്ലി ബൈ 400. 400 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതാണെങ്കിലും എന്താണ്? അതൊരു ലീപ്പ് ഇയർ ആണ്. ഈ 2000, 1600 ആണ്ട് എന്നൊക്കെ പറയില്ലേ, 2000 ആണ്ട്, അതായത് അതിന്റെ ഇടയിൽ ബാക്കി ഇതൊന്നുമില്ല. അപ്പൊ 400, 2 സീറോസ് വരും, ആ സീറോസ് ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്ത് കാണിക്കാം. അപ്പൊ 2000 എന്ന് പറയുന്ന തന്നിരിക്കുന്ന വർഷത്തെ നമുക്ക് 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ തന്നിരിക്കുന്ന ആണ്ട്, ആ നൂറ്റാണ്ട്, ആ സെഞ്ചുറി എന്ന് പറയുന്നത് അതൊരു ലീപ്പ് ഇയർ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ 4 കൊണ്ടോ 400 കൊണ്ടോ നിശേഷം ഹരിക്കാൻ പറ്റുന്ന വർഷങ്ങൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ആ ഇയറിനെ നമ്മൾ ലീപ്പ് ഇയർ എന്നാണ് വിളിക്കുക. 4 കൊണ്ട് അല്ലെങ്കിൽ 400 കൊണ്ട്, ഈ 2 സംഖ്യകൾ കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റിയാലാണ് അതിനെ ലീപ്പ് ഇയർ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്കൊന്ന് 2 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കിയാലോ? അത് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. നിശേഷം ഹരിക്കാൻ പറ്റിയാൽ മാത്രം ലീപ്പ് ഇയർ, അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ വർഷം, ഓർഡിനറി ഇയർ ആണ്. അപ്പൊ ലീപ്പ് ഇയർ അല്ലാത്തതെല്ലാം തന്നെ ഓർഡിനറി ഇയർ ആണ്, സാധാരണ വർഷമാണ്. ലീപ്പ് ഇയർ ആകുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു കണ്ടീഷൻ ഇതാണ്, ഇറ്റ് ഷുഡ് ബി എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 4 or 400. 400 കൊണ്ടോ 4 കൊണ്ടോ നിശേഷം ഹരിക്കാൻ പറ്റുന്ന വർഷങ്ങൾക്ക് മാത്രമേ നമ്മൾ ലീപ്പ് ഇയർ അതിവർഷം എന്ന് പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. 2005 ലീപ്പ് ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. 2005 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണോ? നമുക്ക് 2005 ഏതുകൊണ്ടാണ് ഹരിക്കേണ്ടത്? 4 കൊണ്ടോ 400 കൊണ്ടോ? ഇവിടെ 400 ആവശ്യമില്ല, കാരണം അറ്റത്ത് സീറോസ് വരുന്നത് കൊണ്ടാണ് ആ 400 എന്ന് പറഞ്ഞത്. അപ്പൊ 4 മതി, നമുക്ക് 4 കൊണ്ട് ഹരിക്കാം. I4 20 താഴേക്ക് ഇറക്കി എഴുതുന്നു. ഇവിടെ സീറോ ശിഷ്ടമില്ല, ഈ സീറോ താഴേക്ക് നമുക്ക് ആവശ്യമില്ല, ഈ സീറോയിൽ പോകുകയുമില്ല, അതുകൊണ്ട് നമ്മൾ മുകളിൽ ഒരു സീറോ ഇട്ട് കൊടുക്കുന്നു. ഇനി 4 5 ഒരു പ്രാവശ്യമാണ് പോകുക. ഈ 5 താഴേക്ക് ഇറക്കി എഴുതിയിട്ട് ഒരു പ്രാവശ്യം 1 × 4 4, ശിഷ്ടം 1 വരുന്നു. അപ്പൊ ഇത് നോട്ട് എ ലീപ്പ് ഇയർ, എന്തല്ല? അതിവർഷം അല്ല. ഏത്? 2005 എന്ന് പറയുന്നത് ഒരു അതിവർഷമല്ല. കണ്ടല്ലോ, എന്താ കാരണം? ശിഷ്ടം വന്നു, അവിടെ ഒരു റിമൈൻഡർ വന്നു, ശിഷ്ടം നമുക്ക് ഒരു 1 വന്നതുകൊണ്ട് ഇറ്റ്സ് നോട്ട് എ ലീപ്പ് ഇയർ, അതൊരു ലീപ്പ് ഇയർ അല്ല, അതിവർഷമല്ല. വേറെ നമുക്ക് നോക്കാം. 1936 ഇത് ലീപ്പ് ഇയർ ആണോ എന്ന് നോക്കാം. നമുക്ക് 1936 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 4s are 16, ബാലൻസ് 3, ഈ ഒരു 3 കൂടി ഇറക്കി എഴുതും. 8 × 4 32, ബാലൻസ് 1, 6 ഇറക്കി എഴുതും. 4 × 4 16, ശിഷ്ടമില്ലാത്തത് കൊണ്ട് ഇറ്റ്സ് എ ലീപ്പ് ഇയർ, ഇതൊരു അതിവർഷമാണ്. കണ്ടോ, ഇത് അതിവർഷമാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ശിഷ്ടം വന്നാൽ അത് ലീപ്പ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ശിഷ്ടം പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്ത് പോയി, ദർ ഈസ് നോ റിമൈൻഡർ, അവിടെ ശിഷ്ടം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അത് ലീപ്പ് ഇയർ ആകുന്നുള്ളൂ. ഇനി മറ്റൊരെണ്ണം നമുക്ക് നോക്കാം. 1600 അത് ഒരു ലീപ്പ് ഇയർ ആണോ? 1600 ലീപ്പ് ഇയർ ആണോ എന്നറിയാൻ 1600 നോക്കാം. ഇവിടെ ലാസ്റ്റ് കിടക്കുന്നത് പൂജ്യങ്ങളാണ്, 2 പൂജ്യമാണ്. അതുകൊണ്ട് നമുക്ക് 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
400 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ക്യാൻസൽ ചെയ്ത് പോയി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 4 × 4 16. നിശേഷം ഹരിക്കാൻ പറ്റി, ദർ ഇസ് നോ റിമൈൻഡർ. അപ്പൊ അതുകൊണ്ട് ഇതും ഒരു ലീപ് ഇയർ ആണ്. 1400 ആണ്ട് എന്ന് പറയുന്നത് 1600 സെഞ്ചുറിയാണ്. 1600 എന്ന് പറയുന്നത് 100, കണ്ടല്ലോ, 100 വർഷം ചേരുന്നതാണല്ലോ ഒരു എന്താ പറയാ നൂറ്റാണ്ട്. സെഞ്ചുറി എന്ന് പറയുന്നത് 16 നൂറുകൾ ചേർന്നതാണ് ഇത്. അതുകൊണ്ട് തന്നെ 1600 ഒരു ലീപ് ഇയർ ആണ്. അപ്പൊ ഒരു ലീപ് ഇയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഐദർ 4 കൊണ്ട് അല്ലെങ്കിൽ 400 കൊണ്ട്. 400 എപ്പോഴും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ്സ് 2 എണ്ണം 0 ആണെങ്കിൽ മാത്രം 400 ഉപയോഗിച്ച് ചെയ്താൽ മതി. അല്ലാത്തതെല്ലാം തന്നെ ഇപ്പൊ ഇതൊക്കെ അറ്റത്ത് പൂജ്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അതനുസരിച്ച് നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതാണ് ഒരു ലീപ് ഇയർ എന്താണ്, അല്ലെങ്കിൽ ലീപ് ഇയറിന്റെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. 366 ദിവസം, 52 ആഴ്ച, 2 ഒറ്റ ദിവസങ്ങൾ, ഫെബ്രുവരിയിൽ 29 ദിവസം. ഇനി എന്തെങ്കിലും ഉണ്ടോ ലീപ് ഇയറിനെ കുറിച്ച് അറിയാനായിട്ട്? ഇത് ലീപ് ഇയർ വരുന്നത് ഓരോ 3 വർഷം കൂടുമ്പോഴാണ്, അല്ലെ? 3 വർഷങ്ങൾ കൂടുമ്പോഴാണ് അത് ചെക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ്, ഇതൊക്കെയാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഒരു ഇതൊക്കെ നിങ്ങൾ ചെയ്ത് എഴുതിയെടുത്ത് നോട്ടൊക്കെ എഴുതി തയ്യാറാക്കി തന്നെ ചെയ്യാം കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യൻ, കലണ്ടർ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരെണ്ണം നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. കൂടുതലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒരു ചോദ്യം ഇതാണ്: ടുഡേ ഈസ് വെനസ്ഡേ. ടുഡേ ഈസ് വെനസ്ഡേ. ഇമാജിൻ. ആൻഡ് വിച്ച് ഡേ വിൽ ബി, which day will be after 82 days? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയാ, ഇന്ന് ബുധനാഴ്ചയാണ് എന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യുക. ഇന്ന് ബുധനാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ 82 ദിവസങ്ങൾ കഴിയുമ്പോൾ, ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് 82 ദിവസം കൂടി നമ്മൾ കൗണ്ട് ചെയ്ത് അത് കഴിഞ്ഞു വരുന്ന ദിവസം ഏതാണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ബുധനാഴ്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 82 ദിവസങ്ങൾക്ക് ശേഷം വരുന്ന ആ ഒരു ദിവസം, ആ ഒരു ഡേ, മൺഡേ ആണോ, ട്യൂസ്ഡേ ആണോ, വെനസ്ഡേ ആണോ, തേഴ്സ്ഡേ ആണോ, ഏതാണ് ദിവസം എന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾക്ക് തന്നിരിക്കുന്ന 82 ഡേയ്സ് കഴിഞ്ഞിട്ടാണല്ലോ പറഞ്ഞേക്കണേ. അപ്പൊ 82നെ നിങ്ങൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 7 എന്ന് പറയുന്നത് എന്താണ്? 7 ഈസ് ദ 7 days of a week. ഒരു ആഴ്ചയുടെ 7 ദിവസമാണ് എന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന ആ എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണോ നിങ്ങൾക്ക് ആ ദിവസം കൗണ്ട് ചെയ്ത് എഴുതേണ്ടത് എന്ന് വെച്ചാൽ അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 82നെ 7 കൊണ്ട് ഹരിക്കുന്നു. 82നെ 7 കൊണ്ട് ഹരിക്കാം. ഒരു പ്രാവശ്യമാണ് പോവുക, 7, ബാലൻസ് 1, 7 ഇറക്കി എഴുതുന്നു. 2 പ്രാവശ്യമാണ് 14, 82 ആണ്. 82നെ നമ്മൾ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു 7 ഇറക്കി എഴുതുന്നു. ശിഷ്ടം ആ 2 താഴോട്ട് ഇറക്കി എഴുതി. 12 പോകില്ല, ഒരു പ്രാവശ്യം തന്നെയാണ് പോവുക. 7, 5 ബാലൻസ് റിമൈൻഡർ വരുന്നു. 82 ആണ്. 82 ദിവസമാണ് കേട്ടോ, 87 അല്ല. 82നെ നമ്മൾ 7 കൊണ്ട് ഹരിക്കുന്നു. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് 11 ദിവസങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൂടാതെ 5 എക്സ്ട്രാ ദിവസം അതിനകത്ത് വരുന്നുണ്ട്. 11 ആഴ്ച മാറിയിട്ട് 5 എക്സ്ട്രാ ദിവസം വരുന്നുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ഇങ്ങനെ ചെയ്തത് കൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്തില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇന്ന് വെനസ്ഡേ ആണ് എങ്കിൽ 82 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ദിവസം ഏതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആ വെനസ്ഡേന്റെ ഒപ്പം, വെനസ്ഡേ എന്ന് പറയുന്ന ദിവസത്തിന്റെ ഒപ്പം നമുക്ക് കിട്ടിയ റിമൈൻഡർ ആ 5 ദിവസം അങ്ങോട്ട് കൂട്ടുക. എന്നിട്ട് വരുന്ന ദിവസം ഏതാണോ അത് എഴുതുക. അപ്പൊ വെനസ്ഡേന്റെ ഒപ്പം എന്ത് ചെയ്യണം? വെനസ്ഡേ കഴിഞ്ഞ് വരുന്ന ആ ദിവസം കാണാനായിട്ട് എന്ത് ചെയ്യണം? വെനസ്ഡേന്റെ ഒപ്പം നമ്മൾ 5 ദിവസം കൂടി കൂട്ടുക. വെനസ്ഡേ കഴിഞ്ഞാൽ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ, 5 ദിവസമാണ് പറഞ്ഞിരുന്നത് നമുക്ക് റിമൈൻഡർ. അപ്പോൾ ആ പറയുന്ന ദിവസം എന്ന് പറയുന്നത് 82 ദിവസം കഴിഞ്ഞ് വരുന്ന ആ ദിവസം മൺഡേ ആണ്. അപ്പൊ എങ്ങനെയാ കിട്ടിയത്? നമുക്ക് തന്നിരിക്കുന്ന എത്ര ദിവസമാണോ അതിനെ 7 എന്ന് പറയുന്ന വീക്കുകളുടെ, ഒരു വീക്കിലെ ഡേയ്സിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ്, മോൾക്ക് എടുക്കുന്ന സംഖ്യയല്ല. റിമൈൻഡർ അത്രയും എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ കൂട്ടുക. ഇവിടെ മൺഡേ എന്നാണെന്നുണ്ടെങ്കിൽ മൺഡേന്റെ ഒപ്പം 5 കൂട്ടുക. ട്യൂസ്ഡേ എന്നാണ് തന്നിരിക്കുന്നെങ്കിൽ ട്യൂസ്ഡേന്റെ ഒപ്പം ആ റിമൈൻഡർ കൂട്ടുക. എത്ര റിമൈൻഡർ കിട്ടിയിരിക്കുന്നോ ആ റിമൈൻഡർ എന്ത് ചെയ്യണം? ശിഷ്ടം അതിൻ്റെ കൂടെ കൂട്ടി എഴുതാം. അപ്പൊ ഇങ്ങനെയാണ് ഇത്ര ദിവസം കഴിഞ്ഞാൽ ഏത് ദിവസമായിരിക്കും. അപ്പൊ കലണ്ടർ എന്ന് പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടി വരുമ്പോൾ അതിന്റെ ബേസിക് കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. 7 ഡേയ്സ് ഉണ്ട് ഒരു വീക്കിലെന്നും, അതുപോലെ തന്നെ 365 366 ഡേയ്സ് ലീപ് ഇയറിലും ഓർഡിനറി ഇയറിലും ഒക്കെ ഉണ്ടെന്നും ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കും. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് കലണ്ടറിന്റെ
ബേസിക് ആയിട്ട് കലണ്ടറിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ദിവസങ്ങളൊക്കെ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് പഠിച്ചത്. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കൂടുതൽ ക്ലാസ്സുകൾ കാണാം. എല്ലാം പഠിക്കുക. ഓക്കെ, ബൈ.